നമ്മളൊരു ഓപ്പർച്യൂണിറ്റി. ലതാ മുരളി എന്താ പറയുന്ന സൗണ്ട് ഇല്ല. നിങ്ങൾ കുഴപ്പമായിരിക്കും, ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നില്ല സാറേ? നജാഫ് സാർ, ഹലോ. ക്ലിയർ ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ട്. ലതാ മുരളി, നിങ്ങൾ അവിടെ എന്തോ നോക്കട്ടോ. ഓക്കെ ഹാരി സാർ, താങ്ക് യു. അപ്പൊ എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുക. നമ്മളൊരു അവസരം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അവസരത്തെ കേൾക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ അവസരത്തൊന്ന് കേൾക്കാം. ഒട്ടുമുക്ക ആളുകൾ എന്നെ അറിയുമായിരിക്കും, എന്നാലും പുതിയ ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വ്യക്തിപരമായി പേഴ്സണലി ആയിട്ട് ഞാനിന്ന് ഒരു 100-ലേറെ ആളുകൾക്ക് പേഴ്സണലി ഞാൻ ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറെ ഗ്രൂപ്പുകളിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ മീറ്റിങ്ങിന്റെ ലിങ്ക്. അപ്പം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി വരാനും പോകുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആളുകൾ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിയുന്നവരൊക്കെ വെൽ ഡ്രസ്സിൽ, അതായത് വീഡിയോ ഓൺ ആക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്സിലായിരിക്കണം. നമ്മൾ ഹോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ മീറ്റിംഗ് റെക്കോർഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല വെൽ ഡ്രസ്സിലാണെങ്കിൽ ലോകത്തിലെ ആളുകൾ നമ്മെ കാണുമ്പോൾ ആ മീറ്റിങ്ങിന് ഒരു അന്തസ്സും ഉണ്ടാവും. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയൊരു ബിസിനസ് അവസരത്തെ പറ്റിയാ പറയുന്നത്. അപ്പൊ നമ്മളെ ആളുകൾ വീക്ഷിക്കുമ്പോൾ ഈ ബിസിനസ്സിലെ ആളുകൾ ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ആളുകൾ നമ്മൾ വിലയിരുത്തും. അപ്പൊ നമ്മളൊന്ന് വിലയിരുത്തണം ആദ്യം. ഓക്കെ, നമ്മളെ കഴിവുകേടാണെങ്കിലും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തുക. അപ്പൊ അതുകൊണ്ട് മീറ്റിംഗിൽ കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വരിക എന്നൊക്കെ റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ വല്ല ജോലിയിലോ യാത്രയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാവും, നോ പ്രോബ്ലം. അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് മീറ്റിംഗിൽ നിങ്ങൾ വരിക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കേൾക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. ഒട്ടുമുക്ക ആളുകൾക്ക് തന്നെ അറിയുമായിരിക്കും, എന്നാൽ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താൻ പുതിയ ആളുകളിലേക്ക് ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പേര് റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയാണ് ഞാൻ ഓൾറെഡി ഒരു ഹിസ്റ്ററി അധ്യാപകനും ഒരു മത അധ്യാപകനും ആയിരുന്നു. 24 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും നെറ്റ്വർക്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാന് അധ്യാപന രംഗത്തൊന്നും ഇല്ല. എല്ലാ അധ്യാപന രംഗത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയാണ്. ഇപ്പം വർഷങ്ങളായിട്ട് ഞാൻ ഫുള്ള് ഇപ്പം 24 hours എന്ന് പറഞ്ഞ തെറ്റില്ല, ഞാൻ ഫുള്ള് നെറ്റ്വർക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിനെ കുറിച്ച് നല്ല പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അപെക്സിന്റെ ബിസിനസ്സിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കിന്ന് സൗണ്ട് വേണ്ടത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡർ നജാഫ് സാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് കുറെ ആളുകൾ ടെൻഷനായിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം എന്താ കാര്യം. ഇന്ന് കാലത്ത് തന്നെ അപെക്സിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഞാനത് കാലത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 5:30 മണി സമയത്ത് തന്നെ ഞാൻ അതിന്റെ അപ്ഡേറ്റ്, അതായത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഗ്രൂപ്പിലും അതുപോലെ തന്നെ പൊതുവായ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നോക്കാതെ കുറെ ആളുകൾ എന്നെ വ്യക്തിപരമായി വിളിച്ചവരും എനിക്ക് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അത്ര ആളുകളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം എന്നെ നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നു, എന്താ മാഷ പ്രോബ്ലം, പോയോ, മുങ്ങിയോ, പൊട്ടിയോ? ആളുകൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പോകാൻ വന്നൊരു കമ്പനി അല്ല അപെക്സ് കേട്ടോ. അങ്ങനെ പോകാനും പൊട്ടാനും പൊളിയാനും വന്നൊരു കമ്പനി അല്ല അപെക്സ്. എന്താ അവിടെ പ്രോബ്ലംസ് ഉണ്ടായത്? അത് ആകാംക്ഷ ഉണ്ടാവുന്നത് അറിയാനില്ലേ? ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ എൻട്രി ആളുകൾ ഈ ബിസിനസ്സിലേക്ക്, ഈ കമ്മ്യൂണിറ്റി ക്രിയേഷനിലേക്ക് വന്നപ്പോഴ് നമ്മുടെ സൈറ്റിന് ലോഡ് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി.
ആ ടെക്നിക്കൽ ഇഷ്യൂ മെയിൻറ്റേജ് ചെയ്യാൻ വേണ്ടി കുറെ കുറച്ച് സമയത്ത് അപ്ഗ്രേഡ് ചെയ്ത് കൂടിയത് കുറേ അധികം ക്ലിയർ ആയിരിക്കും. എന്നിട്ട് കുറെ ആളുകൾക്ക് കമ്പനി ROI റിട്ടേൺ ഓൺ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കുറെ കമ്പനീന്റെ അതിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അതില് ഇനി കുറെ ആളുകൾക്ക് കമ്പനി ROയും അതുപോലെ റെഫറൽ ഇൻകം ബൈനറിയും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകൾക്ക് കൂടി കൊടുക്കാനുണ്ട്. അത് ഇന്ന് രാത്രിയോട് ക്ലിയർ ആവും കേട്ടോ. ഇന്ന് രാത്രിയോട് കൂടി എല്ലാവർക്കും ക്ലിയർ ആവും. നാളെ കാലത്ത് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും എന്താണ്ട ടെൻഷൻ അടിക്കണ്ട. ആരും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരു ടെൻഷനും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ പോകാൻ വന്ന കമ്പനിയല്ല കേട്ടോ അപെക്സ്. ഇവിടെ ശക്തമായ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ഇതിന്റെ സിഒയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ ബിസിനസ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും എന്ത് ചോദിച്ചാലും നമ്മളെ കസ്റ്റമർ കെയറിൽ അൻവർ സാർ ഇപ്പോൾ നമുക്ക് തരും ചെയ്യും. നിങ്ങൾക്ക് ആർക്കും കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടാം. അത് നിങ്ങൾ ലീഡർ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മെസ്സേജ് കൊടുത്താലും വോയിസ് കൊടുത്താലും അല്ലെങ്കിൽ കോൾ ചെയ്താലൊക്കെ സാറ് അതിന് റീപ്ലൈ തരും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ടെൻഷൻ ആവാതെ ആർക്കൊക്കെ വരുമാനം വരാത്തതുണ്ടോ ആ വിവരം നിങ്ങളെ ലീഡർ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ അറിയിക്കുക. അപ്പൊ ഏറ്റവും നല്ലത് കസ്റ്റമർ കെയർ നിങ്ങൾ ഡയറക്റ്റ് അറിയിക്കായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ അതിന് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വരുന്ന ഇൻകം എഴുതി വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ മറ്റൊരു വഴി എന്താണ്, നിങ്ങളെ സൈറ്റ് ഓപ്പൺ ചെയ്ത് റിപ്പോർട്ടിൽ പോയാൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ കഴിയുന്ന പരമാവധി ഡെയിലി പിന്നെ ഡേറ്റ് എഴുതിയിട്ട് നിങ്ങൾ എത്ര ഐഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് ചെയ്യുന്ന ഐഡിയിലെ വരുമാനങ്ങൾ എഴുതി വെച്ചോണം. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കാൻ കഴിയും കേട്ടോ. ഇനി അങ്ങനെ എഴുതി വെക്കാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ID ഓപ്പൺ ചെയ്ത് ഇന്റർഫേസിൽ ഇന്റർഫേസിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ കുറച്ച് താഴോട്ട് വന്നാൽ റിപ്പോർട്ട് ഉണ്ടാവും. അവിടെ പോയി നോക്കിയാൽ എല്ലാം കാണാം. നിങ്ങൾ എന്നാ ജോയിൻ ചെയ്തത്, ആ ജോയിൻ ചെയ്തത് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് വരുന്ന വരുമാനം അവിടെ ഉണ്ടാവും. നിങ്ങൾ പിന്നെ വിഡ്രോ ചെയ്ത് അവിടെ കാണാൻ പറ്റും, എല്ലാം കാണും കേട്ടോ. അപ്പൊ ആരും ടെൻഷൻ അടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഏകദേശം ഒരു കണക്ക് പറയാം. എന്താണെങ്കിലും
ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തിട്ടോ 5 കൊല്ലത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു മാഷെ 5 കൊല്ലത്തിന് വന്ന കമ്പനിയാണോ അപെക്സ്? അല്ല കേട്ടോ. 5 കൊല്ലത്തിന് വന്ന കമ്പനിയാണോ? അല്ല, ഒരിക്കലും അല്ല. ഇതൊരു ലോങ് ലൈഫ് ഇൻകം കൊടുക്കാൻ വേണ്ടി വന്ന കമ്പനിയാണ്. അദ്ദേഹത്തിന് ചില ഡ്രീംസുകളൊക്കെ ഉണ്ട്. അതായത് കുറെ പാവപ്പെട്ടവരെ കോടീശ്വരനാക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിത്വമാണ് മിസ്റ്റർ അഭിജിത്ത് മാണി സാറ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഒരാളുടെ ഇൻകം നഷ്ടപ്പെടില്ല, നിങ്ങൾ ഒരു പേയ്മെന്റും നഷ്ടപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെയൊക്കെ ഇന്നൊക്കെ ഞാനിപ്പോ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും ഒരു ജോലി ചെയ്ത് ജീവിക്കാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു വരുമാനം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപെക്സിനെ ഏറ്റെടുക്കണം. ഇനി അതല്ല, നിങ്ങൾ മരിക്കോളം ജോലി ചെയ്യാനാ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. പക്ഷെ വാറൻ ബഫറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരിക്കലും അത് ശരിയല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം വരാൻ വേണ്ടി ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് ജീവിതം സക്സസ് ആകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്, ഒരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ് അപെക്സ് ടോക്കൺ. അതുകൊണ്ട് നിങ്ങൾ അപെക്സിന് എന്താണെന്ന് വിശാലമായിട്ട് പഠിക്കുക, അറിയാൻ ശ്രമിക്കുക, നിങ്ങളെ കൂടെയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. അങ്ങനെ ഒരുമിച്ച് വിജയിക്കാൻ പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ തുണക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി, അപെക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മലപ്പുറം സ്വദേശി നമ്മുടെ ബഹുമാനപ്പെട്ട നജാഫ് സാറിനെ ഞാൻ ആദരപൂർവ്വം സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ, വെൽക്കം. താങ്ക് യു സോ മച്ച് ഷെറി മാഷ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആണ് എന്നെ വെൽക്കം ചെയ്തത്. സാധാരണ ഞാൻ MC ചെയ്യാറാണ്, ഇന്ന് അദ്ദേഹമാണ് എന്നെ വെൽക്കം ചെയ്തത്. കാരണം അദ്ദേഹത്തിന് നീണ്ടൊരു സ്പീച്ച് സാധ്യമല്ല. അദ്ദേഹത്തിന് കുറച്ച് തൊണ്ടക്കും ചുമയൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ചെറിയൊരു സ്പീച്ചിലൂടെ അവസാനിപ്പിച്ചത്. നമുക്ക് നമ്മുടെ ഈ ഈവനിങ് വൈബിലേക്ക്, GRD അപെക്സ് ഫാമിലി എന്ന് പറയുന്ന ഈവനിങ് വൈബിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരായ, പ്രിയ സഹോദരങ്ങളായ, പ്രിയ സഹോദരികളായ എല്ലാ ലീഡേഴ്സിനും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും നടത്തുന്ന, ഞാനും റഷീദ് അലി മാഷും നമ്മുടെ ടീമും നമ്മുടെ ലീഡേഴ്സും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഈ വൈകിയ വേളയിൽ, ഈ നമ്മുടെ 7:30, ആദ്യം നമ്മൾ 9 മണിയായിരുന്നു, പിന്നെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മളൊരു 7:30 മാറ്റിയിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സൂമിലേക്ക് ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മാഷ് പറഞ്ഞ പോലെ അന്യനാടുകളിൽ നിന്നും മറ്റു ദേശങ്ങളിൽ നിന്നും നമ്മൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും പുതിയ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞവരും ലീഡേഴ്സും അറിയാത്തവരും പ്ലാന് പഠിക്കാൻ വന്നവരും ഒരുപാട് പേര് ഈ സൂമിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. താങ്ക് യു സോ മച്ച് എല്ലാവരും നമ്മളോട് കോർഡിനേറ്റ് ചെയ്യുന്നതിന്. എന്തായാലും നമ്മൾ ഈ വൈകിയ വേളയിൽ ഇവിടെ ഒത്തുകൂടിയത്, അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയാണ്. നമ്മൾ എത്രത്തോളം ജോലി ചെയ്താലും നമുക്ക് ഒരു ഇങ്ങേ തലക്കിൽ നിന്ന് അങ്ങേ തലക്കിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക്. കാരണം നമ്മൾ എത്ര സാലറീഡ് ആയാലും എത്ര ബിസിനസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്പെൻസീവ് കൂടുതലാണ്, എന്തിനും എക്സ്പെൻസ് ആണ്. നമുക്ക് വരുമാനത്തിൽ കൂടുതൽ ചെലവുകളാണ് നമ്മുടെ എല്ലാ ഫാമിലിയിലും കൂടുതൽ നോക്കിയാൽ കാണും. നമുക്കൊരു നിശ്ചിത വരുമാനമായിരിക്കാൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മുടെ ചെലവുകൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠിപ്പ്, നമ്മുടെ വീട്ടാവശ്യങ്ങൾ, ഈവൻ നമ്മൾ പുറത്തു പോകുമ്പോൾ പോലും നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ടെക്നോളജി യുഗത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ റീചാർജിങ്, അങ്ങനെ ഏതൊരു തലത്തിലേക്ക് നമ്മൾ കണ്ണുപിടിക്കുമ്പോഴും നമുക്ക് ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ജോലി എടുക്കുന്നത് നമുക്ക് തികയാതെ വരുമ്പോഴാണ് നമ്മൾ ഒരു അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആ ചിന്തയുമായിട്ട് മുന്നോട്ട് വരാം. ഏതൊരു ബിസിനസ്സിലേക്കാണോ നമ്മൾ എത്തേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? അങ്ങനെ തന്നെയാണ്.
കാരണം നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കോ അത് വിജയിക്കില്ലേ, ട്രഡീഷണൽ ആണ് ഞാൻ പറയുന്നത്, നെറ്റ്വർക്ക് അല്ലാതെ. ട്രഡീഷണൽ പറയുമ്പം അത് വിജയിക്കോ വിജയിക്കില്ലേ എന്നുള്ള പല അങ്കലാപ്പുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ള പല അങ്കലാപ്പുകളോട് കൂടിയായിരിക്കാം നമ്മളൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുക. ഈവൻ ട്രഡീഷണൽ ആണ് ഞാൻ പറയുന്നത്. ഇനി നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ഒരാൾ ഒരു പ്രൊജക്ട് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിനെ പറ്റി നമ്മളോട് എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റെടുക്കണോ ഏറ്റെടുക്കണ്ടയോ, അത് നല്ലതാണോ, ഏയ് അവൻ പറ്റിക്കുകയാണോ, അത് ചീറ്റ് ചെയ്യപ്പെടുമോ, നമ്മുടെ പൈസ പോവോ എന്നുള്ള പല തോട്ടുകളുണ്ട്, പല ചിന്താഗതികളുണ്ട്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏത് കാര്യത്തിനും എടുത്തു തീർക്കുമ്പോൾ നമ്മൾ അത് ചിന്തിച്ചു കൊണ്ടിരിക്കണം. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ല കേട്ടോ, ഞാൻ കണ്ട കൂടെ കയറിപ്പോയത്. അതായത് ഞാൻ എൻ്റെ പേര് നജാഫ് എന്നാണ്. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം, 4-ാം മാസത്തിലേക്ക് കടക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. ഗോൾഡ് റാങ്ക് അച്ചീവർ ആണ്. കൂടുതലായിട്ട് ടീമിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഏണിങ്സ് എടുക്കുന്നു. മന്ത്ലി ഇപ്പം എബോ 2 lakh ആണ് ഈ മാസത്തെ വരുമാനം. ഒക്കെയാണ് അൽഹംദുലില്ലാ, പടച്ചോന് സ്തുതി. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മൾ അഡീഷണൽ ഇൻകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പല ചിന്തകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് ഒരാൾ പ്രൊജക്റ്റ് തരുമ്പോൾ അത് നല്ല പ്രൊജക്റ്റ് ആണോ, അല്ലെങ്കിൽ അത് നമ്മളെ ലോക്ക് ചെയ്യാനാണോ, നമ്മുടെ ഫണ്ട് പോവോ. കാരണം അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഓടുന്നത് കൊണ്ടാണ്, നമ്മുടെ ചീറ്റിംഗ് കേസുകൾ ഒരുപാട് നടക്കുന്നത് കൊണ്ടാണ്. ചീറ്റിംഗ് കേസുകളൊക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതിനെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിച്ച് കളയരുത്. ഏതൊരു പ്രൊജക്റ്റ് കിട്ടിയാലും നമുക്ക് പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, യുക്തി തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനുണ്ട്. നമ്മൾ എടുത്തു ചാടി ഒരാളും പോണ്ട. ഞാനൊരു ബിസിനസ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത ഒരു ബിസിനസ് പ്ലാൻ നിങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും എല്ലാം ഉപയോഗിച്ചിട്ട് ഈ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ആവും, ഈ പ്ലാൻ എങ്ങനെ നമുക്ക് പബ്ലിക്കിലേക്ക് ഇറക്കാം, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്താണ്, എല്ലാം നമുക്ക് പഠിച്ച് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ മാഷ് പറയുന്ന പോലെ എല്ലാം നമ്മൾ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ അതിലേക്ക് അപ്രോച്ച് ചെയ്ത് നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റ് ആയി നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മുടെ സപ്പോർട്ടായി വരിക. ഉദാഹരണത്തിന് നമ്മളെല്ലാം ഭാഷയിൽ ദൈവം എന്ന് പറയുന്നത്, ചിലവർ അത് പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്നു പറയും, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. പക്ഷെ നമ്മുടെ ഡെഡിക്കേഷൻ എന്താണോ, നമ്മുടെ ഫോക്കസ് എന്താണോ, ആ ഫോക്കസ് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് പോകുന്ന തിയറി, അല്ലേ? നമ്മളൊരു ഫോക്കസ് ചെയ്യണം. നമ്മൾ എന്തിലാണോ ഫോക്കസ്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ഒരു ചിന്ത ട്രിവാൻഡ്രത്തുള്ള ഒരു ആളെ കാണാൻ പോവാണ്. എൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രാണ്. എൻ്റെ മൈൻഡിൽ ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഇത്തരം വഴികളാണ്. ഈ വഴികളൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ അറിയാതെ അവിടെ ടേൺ ചെയ്തു പോകും. ഞാൻ അറിയാതെ ട്രിവാൻഡ്രത്തേക്കുള്ള വഴി തന്നെ ടേൺ ചെയ്യുക, അല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിലേക്കുള്ള വഴി ആയിരിക്കില്ല. സ്വാഭാവികമായിട്ട് എൻ്റെ നാട്ടിലേക്ക് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് കണ്ണൂർ കാസർഗോഡ് പോകണം. പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിയില്ല. എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഞാൻ പോകണം. അത് ഓട്ടോമാറ്റിക്കലി പോകും, കാരണം നമ്മുടെ മൈൻഡ് സെറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മുടെ ഫോക്കസ് എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് നോക്കിയിട്ട് നമ്മളത് പ്ലാന്, എന്താണ് ബിസിനസ്, ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ആണോ, നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇതിനെ അംഗീകരിക്കാം. മാഷ് വന്നിട്ട് നമ്മുടെ ബിസിനസ് പറയുമ്പം, മാഷ ഈ ബിസിനസ് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം, മാഷോട് തന്നെ ഡിസ്കസ് ചെയ്യാം, ഇത് നല്ലതാണ്. പക്ഷെ ഒരു കണക്കിന് നമ്മൾ ഒരാൾ ഒരു ബിസിനസ് പറയുമ്പോൾ അത് ഒരിക്കലും ഒരേ ട്രാക്കിൽ ഒറ്റ ഇതിൽ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയാതെ അതിനൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പക്ഷേ ആ കാലഘട്ടം കടന്നു കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും എനിക്കത് ചെയ്താൽ മതിയായിരുന്നു, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, മാഷ് 2 വർഷം മുമ്പ് പറഞ്ഞപ്പം ഞാൻ അത് ഏറ്റെടുത്തില്ല, ഇപ്പോഴോ മാഷൊക്കെ വളരെ ഇതിലാണ്, കോയിന്റെ റേറ്റ് ഒക്കെ എജാതി റേറ്റ് ആണ്. ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് 2009-ലും 2008-ലും ഒക്കെ ക്രിപ്റ്റോ കറൻസി വന്നപ്പം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ തന്നെ എന്തിനേറെ പറയുന്നത് നമ്മൾ തള്ളിക്കളയും. 2016-17 കാലഘട്ടം എനിക്കൊരു ഫ്രണ്ട്, ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്, ഒരു ഒരാൾ വന്നിട്ട് എത്തേറിയം വന്ന സമയമാണ്.
18 18 19 എന്നോട് സജസ്റ്റ് ചെയ്താണ് എത്രയും വാങ്ങി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് നിങ്ങളത് ട്രാപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് അയാളെ ഷൗട്ട് ചെയ്ത് ഒഴിവാക്കിയ വ്യക്തിയാണ്. ഇന്ന് ഞാൻ എത്തേറിയ അന്ന് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെട്ടത്. അത് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലാണ് മനസ്സിലാവുക ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, മാഷ് എന്നോട് പറഞ്ഞത് നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും യുക്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ ആ സമയത്ത് ദൈവം തമ്പുരാനും കൂടെ നമുക്ക് തരണമൊക്കെ തട്ടിക്കളയരുതേ എന്നുള്ള തോട്ട്സ് നമ്മളെ മനസ്സിൽ വരണം. നമ്മളായിട്ടല്ലേ നമുക്കൊരു ഒരു മനസ്സിലേക്ക് ഇത് വരിക, വേണ്ട എന്ന് പറഞ്ഞ് ആ രീതിയിൽ മാറ്റിയിട്ട് എന്ന് പറ, നിങ്ങൾ കേൾക്കട്ടെ, നമുക്ക് കേൾക്കട്ടെ. കേൾവിക്കാരനാവണം, ലിസണർ ആവണം. കേട്ട് കഴിയാം, കേട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഏതൊരു കാര്യവും നമ്മൾ കേൾവിയിലൂടെയാണ് പഠിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ സ്കൂളിൽ പോകട്ടെ എന്തിലും ആദ്യം കേൾവിയാണ്. കേട്ടതിന്റെ ശേഷമാണ് നമ്മൾ സ്പീച്ച് വരെ വരുന്നത്. പഠിക്കുന്നത് കേട്ടതിന്റെ ശേഷമല്ലേ? അപ്പൊ കേൾവിക്കാരനാവാം ഏത് വിഷയത്തിലാണെങ്കിലും. കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനെപ്പറ്റി മനസ്സിലാക്കാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എല്ലാം കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യത്തിലേക്ക് ഊന്നി പറയാണ്. നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ആവട്ടെ, നമ്മൾ നെറ്റ്വർക്ക് ബിസിനസ് ആവട്ടെ, അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കണം. എൻ്റെ ഫോക്കസ് ഇതാണ്, എൻ്റെ ഗോൾ ഇതാണ്, ഇത് സെറ്റ് ചെയ്യണം, അതിനുള്ള പ്രൊജക്റ്റാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ള തോട്ട്സുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റും. കാരണം അതിനുള്ള അത്രയും മെഗാ ഒരു ഓപ്പർച്യൂണിറ്റി പരന്നെടുക്കുന്ന കാരണം മുങ്ങി തപ്പിയെടുക്കണം, പരന്നെടുക്കണം. നിങ്ങൾ ആഴത്തിലേക്ക് പോകണം, ഡെപ്തിലേക്ക് പോയിട്ട് അതിനെ മുങ്ങി പവിഴങ്ങളും എന്താ പറയുക ഡയമണ്ട്സ് ഒക്കെ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്ന ഒരു മെഗാ പ്രൊജക്റ്റാണ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. അത് നമ്മൾ തട്ടിക്കളയാതെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ഇതിൽ ടോക്ക് എന്ന് വ്യതിചലിച്ചു പോകും. ഞാൻ മെസ്സേജ് പിന്നെ ഓഫ് ചെയ്യേണ്ടി വരും. തൽക്കാലം നിങ്ങൾ മെസ്സേജ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് കേട്ട് കഴിഞ്ഞാലും പഠിക്കുക, അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപെക്സ് ടോക്കൺ എന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലനേഷനിലേക്ക് വരുന്നില്ല. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ടോക്കണെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്കറിയാം. ഇപ്പം എവിടെയും സംസാരങ്ങളും എവിടെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാവട്ടെ എവിടെയും ഫോക്കസ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയിലെ ബിസിനസ്സിലാണ്. അപ്പോൾ ഞാൻ അത്തരം ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മുടെ സമയം അധികരിച്ചു പോകും. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലാനുമായും ഇന്നത്തെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തിട്ട് നമ്മുടെ മീറ്റിംഗിലേക്ക് കടക്കാം. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അപെക്സ് ടോക്കൺ എന്ന് പറയുന്നത് BP20 ഇപ്പോൾ വന്നിട്ടുള്ളത്. ERCയും TRC20 അത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പം 6ഓളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡ് ആയ ടോക്കണാണ്, ക്രിപ്റ്റോ ടോക്കണാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ നെറ്റ്വർക്ക് ബിസിനസ്സും നമുക്കൊരു ഇൻവെസ്റ്ററുമായിട്ടും ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഇൻവോൾവ് ആയി നമുക്ക് മുന്നോട്ട് പോകാം. ഒരു അഡീഷണൽ ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ടോ എത്ര ഫണ്ടാവട്ടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കഴിയുന്ന ഫണ്ടുകൾ മിനിമം $50 മുതൽ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ആളുകൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അത് അവനവന്റെ കപ്പാസിറ്റി. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പല പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ള റിട്ടേൺസ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയല്ല, എൻ്റെ കയ്യിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഒരു 4500 രൂപയെ എടുക്കാനുള്ളൂ. നല്ലൊരു പ്രൊജക്റ്റാണ്, ഒരു ഡ്രീം പ്രൊജക്റ്റാണിത്. നമുക്ക് ഏറ്റെടുത്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സക്സസ് ആക്കാൻ കഴിയും എന്ന് തോട്ട്സ് ഉണ്ടെങ്കിൽ $50 ചെലവഴിച്ചിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിലേക്ക് ഒരു പ്രൊമോട്ടറായും ഒരു ഒരു ഇൻവെസ്റ്ററായിട്ടും നമുക്ക് നിന്നിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആസ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്കൊരു 50 മുതൽ 10 ലക്ഷമോ 20 ലക്ഷമോ നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ ചോയ്സ്. ഞാനൊരു പ്രൊജക്റ്റ് പറഞ്ഞ് ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുക, നമ്മുടെ ചിന്തിക്കുക, നമുക്കിത് നല്ലതാണോ, ഹൈറാണോ, ഷെറാണോ, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ മാത്രമല്ല, ഏതൊരു നെറ്റ്വർക്കേഴ്സോ ഏതൊരു പ്രൊമോട്ടേഴ്സോ നിങ്ങളുടെ മുമ്പിലേക്ക് ബിസിനസ് വന്നു കഴിഞ്ഞാൽ അത് കേട്ടതിന് ശേഷം ഡിസിഷൻ എടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡിസിഷൻ എടുക്കുക. താല്പര്യം ഇല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് എൻ്റെ ബുദ്ധിക്ക് എൻ്റെ യുക്തിക്ക് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം.
അതാണ് അതിന്റെ സിസ്റ്റം. കാരണം ഞാൻ എല്ലാം കേൾക്കും, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, മാഷ് പറയുന്നത് കേൾക്കും, ആര് പറയുന്നതും കേൾക്കും. ഇവിടെ ഇപ്പം വീഡിയോയിൽ വന്നിട്ടുള്ള ജോൺ തോമസ് സാറ്, ഫൈസൽ സാറ്, ഇവരൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് പറയുമ്പോൾ പേരുകൾ പറയുമ്പോൾ വീഡിയോ ഓൺ കണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ പ്രൊജക്റ്റിനെ പറ്റി മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നടക്കുകയാണെങ്കിൽ, ഈവൻ ഇൻവെസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു $50 അല്ലെങ്കിൽ $100 എന്ന് പറയാം, ഒരു മിനിമം നമുക്കൊരു കാൽക്കുലേഷൻ എടുക്കാൻ $100 ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് വരാം. ഫേസ് 1 ഇത്. ഫേസ് 1, ഫേസ് 2 ഉണ്ട്, 2 പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറയാൻ. നമുക്ക് നെറ്റ്വർക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ടീം ഡെവലപ്പും എല്ലാം പോകുന്നത് 1 അപ്പൊ ഫേസ് 1 തന്നെ ഞാനിവിടെ കേൾക്കുന്നില്ല മാഷെ? ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഫേസ് 1 നമുക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു $100 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് കൃത്യമായ ROI ലഭിക്കാനുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, നമ്മൾ ആരോടും ബിസിനസ് പറയുന്നില്ല, നമുക്ക് ആരോടും ബിസിനസ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻവെസ്റ്റർ ആയിട്ട് എൻ്റെ ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇവിടെ സൈലന്റ് ആയിട്ട് കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇരിക്കുന്നു. എനിക്ക് കൃത്യമായ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കമ്പനി നമുക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സിലും, ശനി ഞായർ ഒഴികെ എല്ലാ വർക്കിംഗ് ഡേയ്സിലും 1% രീതിയിൽ 1 to 2% ആണ് കമ്പനി പറയുന്നതെങ്കിലും ഇപ്പൊ ഈക്വലായിട്ട് 1% നമുക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കറക്റ്റായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ കറക്റ്റിൽ കമ്പനി ട്രേഡിങ് ചെയ്തിട്ട് അത് ഗോൾഡിലും ഫോറക്സിലും പിന്നെ ക്രിപ്റ്റോയിലും ഒക്കെ ട്രേഡ് ചെയ്ത് നമ്മുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട്, മുഴുവൻ ഫണ്ടല്ല, ഇതിൽ ഈ നെറ്റ്വർക്ക് ഇൻവോൾവ് ആയതുകൊണ്ട് കുറച്ച് ഫണ്ട് നെറ്റ്വർക്കിലേക്കും ബാക്കിയുള്ളത് കമ്പനി ട്രേഡിങ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ ROI കറക്റ്റായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത് 2 to 5 days 225 ദിവസം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ $100 കൊടുത്ത് ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു 1000 അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും നിങ്ങളുടെ വാലറ്റിൽ. അത് 1000 അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ കമ്പനി തരുന്നത് ഒരു അപ്പെക്സ് ടോക്കണിന്റെ റേറ്റ് എന്ന് പറയുന്നത് 9 രൂപയിലാണ്. ഒരു 9 രൂപയിലാണ് എന്ന് മനസ്സിലാക്കണം. 1000 അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആകും. നിങ്ങൾക്ക് അത് ആ ടോക്കണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള 6ഓളം എക്സ്ചേഞ്ചുകളിൽ കിട്ടുന്നത് ഏകദേശം 30 രൂപ മുതൽ 45 രൂപ വരെ മാർക്കറ്റ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടോക്കണാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബേസിൽ കമ്പനിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് $100 നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1000 ടോക്കൺ കിട്ടുന്നു. അത് 225 ദിവസം നിങ്ങൾ കമ്പനിയിൽ തന്നെ സ്റ്റേക്ക് ചെയ്യുന്നു. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആഫ്റ്റർ 2 to 5 days ശേഷം നിങ്ങൾക്കത് സെല്ല് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 225 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള അപ്പെക്സ് ടോക്കൺ എന്ന ടോക്കൺ നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ സെല്ല് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ആണ് കമ്പനി തരുന്നത്. അതുവരെ ഈ 225 ദിവസം വരെ നിങ്ങൾക്ക് കറക്റ്റ് 1% 1 മുതൽ 2% നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കമ്പനി ROI തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അത് അതായത് ഹോളിഡേയ്സിൽ കമ്പനിക്ക് അത് ട്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹോളിഡേയ്സിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഏകദേശം ഒരു വർഷത്തോളം, അതായത് 225 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തോളം വരും. ആ വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ വളരെ സിമ്പിൾ. കാരണം ഞാൻ നമ്മുടെ മാസ്റ്ററെ ഇതിന്റെ ബിസിനസ് പ്ലാൻ ഉള്ളത് അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കണിന്റെ പ്ലാൻ എന്ന് പറയുന്നത് വെരി സിമ്പിൾ സിറ്റിയാണ്. കാരണം ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ 100 ഉള്ളൂ, 9,000 ഉള്ളൂ, 9,000 ചെയ്യാം, 4,500 ഉള്ളൂ, 4,500 ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, സാറേ നമ്മൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പോലെ സെക്യൂരിറ്റിയോ കാര്യങ്ങൾ, നമ്മളിവിടെ ടോക്കൺ പർച്ചേസ് ചെയ്യാണ് കമ്പനിയിൽ നിന്ന്. കാരണം 7ഓളം ഇപ്പം 6ഓളം എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡും മെറ്റാമാസ്കിലും നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കണ് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ സൂക്ഷിക്കുകയാണ്. അത് നിങ്ങൾ വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അസറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അസറ്റാണ്.
നിങ്ങളുടെ അസറ്റാണ്. നിങ്ങളൊരു ബിൽഡിംഗ് വാങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു ബിൽഡിംഗ്, ഒരു കട റൂം എടുത്തു. ആ കട റൂമിൽ ഒരു കച്ചവടക്കാരനുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് റെന്റ് കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വാങ്ങിയ മുതൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂല് ആ 225 ദിവസം കഴിഞ്ഞാൽ ആ സമയത്ത് വിൽക്കണമെങ്കിൽ വിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അവിടെ കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വിൽക്കണ്ട. അത് മാർക്കറ്റിൽ ഡെയിലി നിരന്തരം 10 രൂപ 5 രൂപ 10 രൂപ 5 രൂപ രീതിയിൽ മാർക്കറ്റ് ഹൈപ്പായി പോകുന്ന ഒരു പ്രോഡക്റ്റും ഒരാളും വിൽക്കാൻ മനസ്സ് വരില്ല. കാരണം അന്ന് ഇപ്പോൾ ഒരു 2009 ബിറ്റ്കോയിൻ വാങ്ങിയ ആൾ 2014 വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് ഖേദിക്കുന്നുണ്ടായിരിക്കാം. വാങ്ങിയത് ഒരു 10 പൈസ അല്ലെങ്കിൽ 60 പൈസ നിരക്കിൽ വാങ്ങിയ സാധനം ഇന്ന് കോടികൾ വിലമതിക്കുന്ന രീതിയിൽ വളർന്നു പന്തലിച്ചിട്ടുണ്ട്. അത് നാളെ നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുള്ള അപെക്സ് ടോക്കൺ എന്ന ഓപ്പർച്യൂണിറ്റി നാളെ കഴിയുമ്പോൾ, ഒരു 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ടോക്കണിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അളക്കുന്നതിലും മേലെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തേക്ക്, അത്രയും ഉയരത്തിലേക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ഇത് പബ്ലിക് ഏറ്റെടുത്ത് ഇതിന്റെ കാരണം നമ്മുടെ കമ്പനി CEO ഒക്കെ പറയുന്ന പോലെ ബിനാൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് $10 മുതൽ $12 എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ലീഡർ റഷീദ് അലി മാഷ് $5 പറയുമ്പോൾ ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നത് ഒരേ ഒരു USDT മാത്രമാണ്. ഒരേ ഒരു USDT. നമ്മുടെ ടോക്കണിന്റെ വാല്യൂ $1 ആയാൽ പോലും നമ്മൾ മുടക്കുന്ന ഫണ്ടിന്റെ, വാങ്ങിയ ഫണ്ടിന്റെ അല്ലെങ്കിൽ വാങ്ങിയ ടോക്കണിന്റെ വിലയിൽ 9 ഇരട്ടി 10 ഇരട്ടി വിലയിലേക്ക് നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും. വെറും ഒരു USDT ആയി കഴിഞ്ഞാൽ. നേരെ മറിച്ച് അത് 10 15 $5 $10 ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ബോണസിലേക്ക് വെക്കാം. നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഇതിലേക്ക് വന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1,00,000 രൂപ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് കിട്ടിയത് 11,000 ടോക്കണാണ്. 11,000 ടോക്കൺ ഞാൻ വാങ്ങി വെച്ചു. എനിക്ക് കമ്പനി കറക്റ്റ് ആയിട്ട് 1% രീതിയിൽ കിട്ടുന്നു. എനിക്ക് കിട്ടിയ എമൗണ്ട് 225 ദിവസത്തിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിലാണ്. ഞാൻ കൊടുത്ത ഫണ്ട് എന്ന് പറയുന്നത് 1,00,000 രൂപ. എനിക്ക് കിട്ടിയത് 2 ലക്ഷത്തിന് മുകളിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കൂടാതെ ഞാൻ വാങ്ങി വെച്ച 11,000 ഇന്ന് 40 രൂപ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ 40 രൂപയിൽ തന്നെ നമുക്ക് ഗുണിച്ചു പറയുകയാണെങ്കിൽ ഏകദേശം $40,000 രീതിയിൽ എത്തിയില്ലേ? സോറി, $22,000 വിലയിൽ വന്നില്ലേ? ഇനി $1 രീതിയിലാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എത്ര വരും? 10,000 ഇൻറ്റു $1 വെച്ചാൽ തന്നെ എത്ര വരുന്നു? $1,00,000 അല്ലേ മാഷേ? $10,000. അതായത് എൻ്റെ കയ്യിൽ $11,000 ഉണ്ട്. സോറി, 11,000 അപെക്സ് ടോക്കൺ ഉണ്ട്. ഒരു ടോക്കണിന്റെ റേറ്റ് $1 ആണെന്ന് വിചാരിക്കാം. ഒരേ ഒരു ഡോളർ, കൂടുതലെന്ന് പറയുന്നത് ഒരേ $1. ആ $1 ആണെങ്കിൽ എൻ്റെ കയ്യിൽ അസറ്റ് എത്രയാണ്? $11,000. 11,000 ഗുണിക്കണം 90, അതാണ് എൻ്റെ അസറ്റ്. ഇനി ഞാൻ കൊടുത്ത മുതൽ എന്താണ്? 1,00,000 രൂപ. അതെനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഡബിൾ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി തന്നും ചെയ്തു. എൻ്റെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11,000 ഇൻറ്റു 90 എത്രയായി? ഏകദേശം 9 ലക്ഷം രൂപ അല്ലേ? 10 ലക്ഷം രൂപ. നമ്മൾ മുടക്കുന്നത് 1,00,000 രൂപയിൽ നിന്ന് ഒരു 2 വർഷം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയി. ഇത് മനസ്സിലാക്കണം ഈ രീതിയിൽ. കാരണം നമ്മൾ എടുക്കുന്ന ഒരു ബിസിനസ്സിലേക്ക്, നമ്മൾ ഏറ്റെടുക്കുന്ന ബിസിനസ്സിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം. നമ്മളൊരു വിശ്വാസമാണ് എല്ലാം. കാരണം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ ദൈവത്തെ കാണുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാം കൊണ്ടും നമ്മള് മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസിന്റെ രീതിയിൽ, ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദുസിന്റെ രീതിയിൽ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻസ്, ഏതൊരു മതക്കാർക്കും അവരുടേതായ ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ്. അതൊരു ബിലീഫാണ്, എന്താ, ഒരു വിശ്വാസമാണ്. അതേപോലെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. നമുക്ക് തരും, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി കറക്റ്റായിട്ട് അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്കായിട്ട് അവര്
സദാസമയം സന്നദ്ധരായിട്ട് നമുക്ക് മുന്നിലേക്ക് അവർ പ്രൊജക്റ്റുകളും പറഞ്ഞ വാക്കുകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു ആസ് എ ഇൻവെസ്റ്റർ എന്ന നിലയിലാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊജക്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനപ്പുറം. കാരണം ഇന്ന് മാർക്കറ്റിൽ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെന്ന് ഈ പ്രോഫിറ്റ് കിട്ടും? കിട്ടില്ല, കിട്ടാൻ സാധ്യല്ല. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാനിപ്പം ഏകദേശം ഞാൻ കൊണ്ട് പറയാം, ഞാനിപ്പോൾ പ്രവാസിയാന്ന് പറഞ്ഞ് ഞാൻ ഒരു 6 മാസം മുമ്പാണ് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു 4-5 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ അത് സ്കിപ്പ് ചെയ്തില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ നല്ല മനസ്സോടുകൂടി ആ സുഹൃത്തുക്കളോടെ അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ഒരു പാർട്ണർഷിപ്പായിട്ട് ജസ്റ്റ് ഒരു ഹോട്ടൽ, ഒരു പാകിസ്ഥാനി ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ് ജിദ്ദയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അള്ളാഹ് സഹായിച്ചിട്ട് ഇതുവരെ എന്തില്ല, 1 രൂപ ഒന്നും കിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് പ്രോഫിറ്റ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ട്രാക്കിലായിട്ടില്ല. ഇപ്പോഴും ആടി ഒലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. ആടി ഒലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് ട്രാക്കിലാകുമ്പോഴേക്ക് ഏകദേശം 5-6 മാസം എടുക്കും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ 6 മാസമോ ചിലപ്പോൾ 1 ഇയറോ ചിലപ്പോൾ 2 വർഷമോ എടുക്കും. അതുവരെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കാം, ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം, ട്രഡീഷണൽ ബിസിനസിനെ പറ്റി അറിയാം. നേരെ മറിച്ച് നമ്മൾ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ആ നെറ്റ്വർക്ക് തിയറിയിലേക്ക് മാറും. നമ്മൾ ഏതൊരു കമ്പനി പ്രൊജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ കമ്പനിയുടെ പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ആവാണ് നമ്മൾ, അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ് അല്ല, അവർ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിലേക്ക് നമ്മളൊരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഭാഗമാകുകയാണ്. അതോടുകൂടി അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കമ്പനി ആ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഇത്ര % നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്ക് ഏറ്റെടുക്കാം, നിങ്ങൾ ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കേണ്ടില്ല. നെറ്റ്വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഹ്യൂജ് എമൗണ്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്യുന്ന ഈ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ഇൻവെസ്റ്റർ, നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, സൈലന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളൂ, നിങ്ങൾ കല്യാണത്തിന് പോയിക്കോളൂ, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്തോളൂ. നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പം അതിലേക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കും. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ രീതി എന്ന് പറയാം. ഇവിടെ നേരെ മറിച്ച് നമ്മൾ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ഒരു പ്രൊമോട്ടറായി മാറാണെന്ന് വിചാരിക്കാം. ഞാനൊരു പ്രൊമോട്ടറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 3 മാസമായി ഞാൻ ഇത് ഏറ്റെടുത്തിട്ട് $50 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതും $50 സ്റ്റാർട്ട് ചെയ്യാൻ ഒരു $30 എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ട്രസ്റ്റിൽ. $20 എൻ്റെ സുഹൃത്തായ ഗഫൂർ സാർ തന്ന്. എല്ലാ പ്രോജക്റ്റുകളും എന്നിലേക്ക് എത്തിക്കുന്ന മഹാവിരുദ്ധനായ ഗഫൂർ ഇതും എത്തിച്ചപ്പോൾ ഞാൻ ചെറുതായി ഷോട്ട് ചെയ്ത് എല്ലാ പ്രോജക്റ്റുകളും ഇതിലേക്ക് വരും. എന്റെ കൂടെ നടക്കുന്ന ആളാണ്, ചങ്കാണ്, എല്ലാം. ആർക്ക ഗഫൂറിനറിയാം ഞാൻ ഏറ്റെടുക്കുന്നുള്ളത്. എന്നാലും ഞാൻ ഏറ്റെടുക്കുമ്പോൾ പഠിച്ചിട്ട് ഏറ്റെടുക്കുള്ളൂ എന്ന് പറയാം. ഇങ്ങനെ കൊണ്ടുപോകുന്ന അറിയാം. ചിരിക്കുന്നുണ്ട് ഗഫൂർ ഇവിടെ. സൈലന്റ് ആയിരിക്കണ്ട, ക്യാമറയിൽ വീഡിയോയിൽ ഓപ്പണിൽ വാ, നിങ്ങളെ കാണട്ടെ ഇവിടെ ഇങ്ങനെ ഒരു വിരുദ്ധനെ. അപ്പൊ ഈ വിരുദ്ധൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഈ പ്രൊജക്റ്റ്. പക്ഷേ ആ പ്രൊജക്റ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ 10 ദിവസത്തോളം ഞാൻ ആ പ്രൊജക്റ്റ് നമ്മുടെ കമ്പനി എന്താണെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണെന്നോ ഏകദേശമൊക്കെ പഠിച്ചു. എങ്ങനെ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ലീഡേഴ്സുമായിട്ടൊന്ന് കോൺടാക്റ്റ് ആയി. പിന്നെ നമ്മുടെ സിഇഒയുമായിട്ട് ഞാനും റഷീദ് അലി മാഷും ഒക്കെ ഒരു കോൺഫറൻസ് കോളിൽ സംസാരിച്ചു. എന്നതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്ത് പൊളിച്ചടക്കാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ റഷീദ് അലി മാഷക്കിന്റെ കൂടെ കണ്ട് നിന്ന് ചങ്കോട് നിന്നിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത്, നമ്മൾ ആ ബിസിനസ്സിനായിട്ട് ബ്ലാസ്റ്റ് ചെയ്ത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരുപാട് പറ്റം ലീഡേഴ്സ് നമ്മുടെ കൂടെ ചങ്കോ പറിച്ചു തരാൻ പറ്റുന്ന സ്നേഹനിധിയായികളുള്ള ഒരുപാട് ലീഡേഴ്സ്. എപ്പോൾ വിളിച്ചാലും എപ്പോൾ ബിസിനസ് പറഞ്ഞത്, നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ കിട്ടും. ഞാൻ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ. ആ ഒരുപാട് സൗഹൃദങ്ങൾ എപ്പോഴും ഇന്നെ രാവിലെ മുതൽ എനിക്ക് കോളാ. ഇന്ന് വീട്ടിലുള്ളവർ കിട്ടുന്നില്ല, എന്റെ വൈഫിന് കിട്ടുന്നില്ല. രാവിലെ എടുക്കും ഫോണ് അല്ലെങ്കിൽ മെസ്സേജ്, മെസ്സേജോട് മെസ്സേജ്. കാരണം ഇത് ഒന്നാമത് ബിസിനസ് മാത്രമല്ല, സൗഹൃദങ്ങളാണ്. എന്താണ് സാറേ സുഖല്ലേ, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ടോക്കുകളാണ് ഓരോരുത്തർ വരുന്നത്. അത് ഈ സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്, എല്ലാവരും ഈ സ്നേഹം നമുക്ക് കിട്ടുന്നത് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലാണ്. അല്ലാതെ വേറൊരു ബിസിനസ്സിൽ എന്ന് പറയുന്നത് ഒരു ഇത്രയും കമ്മ്യൂണിക്കേഷൻ, ഇത്രയും ബന്ധങ്ങൾ കിട്ടാൻ വളരെ റയറാണ്. നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് നടത്താമെന്ന് വിചാരിക്കാം. ഞാനൊരു ഷോപ്പ് നടത്താൻ, ആ ഷോപ്പിൽ വരുന്ന അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ. ഈ നെറ്റ്വർക്ക് ബിസിനസ് എനിക്ക് കേരളം മുതൽ
കാസർഗോഡ് വരെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ളവർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, എനിക്ക് എവിടെ പോയാലും എന്തിന് ഒരു ബന്ധങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ ഈ ബിസിനസിന്റെ ആവശ്യത്തിനില്ല എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ തിരുവനന്തപുരം ഒരു ആവശ്യം വന്നു, ഞാൻ ഈ ഗ്രൂപ്പിലോ ഏതെങ്കിലും പറയാം ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ആരെങ്കിലും ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോലും അറിയാത്ത ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മളെ സഹായിക്കാനുണ്ടാവും. കാരണം നെറ്റ്വർക്കിൽ ഇന്ന പരിചയമുള്ളവരുണ്ടാവും, എൻ്റെ ടീമിലുള്ളവരുണ്ടാവും, ടീമിലുള്ളവരുണ്ടാവും. അത്രയും കണക്ഷൻസ് വരും ഇതില്. അതാണ് നെറ്റ്വർക്ക് തിയറി. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പൈസ കിട്ടും, ആനന്ദം കിട്ടും, സന്തോഷം കിട്ടും, ട്രാവലിംഗ് കിട്ടും. പിന്നാണെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ വാലറ്റ്, ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരുന്ന ആ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആകൂ. പക്ഷെ അവിടെ സക്സസ് ആകണമെങ്കിൽ ചുമ്മാ നടന്നാൽ പോരാ, എഫേർട്ട് എടുക്കണം, നല്ല എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കും. രാവിലെ മുതൽ നമ്മൾ ഈ തോട്ട്സിലേക്ക്, നമ്മളെ മൈൻഡിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതേ ചിന്തകൾ ഇതിലേക്ക് തന്നെ ഫോക്കസ് ആവും. നമുക്ക് വേറെ മൈൻഡ് സെറ്റും ഇല്ല, വേറൊരു മൈൻഡ് സെറ്റും ഇല്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യട്ടെ, പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ മാഷ് വന്നോ, മാഷ് സമയം കിട്ടുന്നില്ല, മാഷ് എന്ത് ചെയ്യും, ഒരു ഡേറ്റ് എടുക്കും, ആ നമ്പറിൽ പ്രൊമോട്ട് ചെയ്യും, അടുത്തതെടുക്കും, അടുത്ത നമ്പറിൽ പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ കൈവെള്ളയിലുണ്ട് സാധനം, നമ്മുടെ ഈ കൈവെള്ളയിലുണ്ട്. നമ്മൾ എവിടെയും പോണ്ട ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ. ആ ബിസിനസ്സിലേക്ക് എനിക്ക് കിട്ടിയ നല്ല അവസരം, എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, എനിക്ക് അസലായിട്ട് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മാത്രം വാങ്ങിയാൽ മതിയോ? അതൊരു വേറൊരു ചിന്താഗതി ചെയ്യുമ്പോഴല്ലേ. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ ബന്ധപ്പെട്ടവര്, എടാ നല്ലൊരു അവസരമുണ്ട്, എനിക്ക് താല്പര്യം ഉണ്ട് കിട്ടോ, അങ്ങനെ തന്നെ പറയാം. നാട് ശൈലിയിൽ എനിക്ക് താല്പര്യം ഉണ്ട് കിട്ടോ, എങ്ങനെയാണ് അവസരങ്ങൾ, എനിക്ക് എന്താണ് താല്പര്യം, ഇത്ര ഇട്ടിട്ട് ഇത്ര വാങ്ങണോ? അവസരങ്ങൾ കുഴപ്പമൊന്നുമില്ല, 3 മാസത്തോളം 4 മാസത്തോളമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിനക്ക് ചെയ്യാം, ഞാൻ പ്ലാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം ബിസിനസ്സാണ്. ആ മൈൻഡ് സെറ്റിൽ എടുക്കണം. ബിസിനസ് സക്സസും ഉണ്ട്, ഫെയിലും ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്ന ആ മൈൻഡിൽ എടുക്കണം. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഏകദേശം 4 വർഷം മുമ്പ് നമ്മൾ കുറച്ച് കൂട്ടുകാരായിട്ട് ഒരു കഫ്തീരിയ തുടങ്ങിയത്. കഫ്തീരിയയിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഇതേപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് മുമ്പ് തുടങ്ങിയത് ഒരു 6 വർഷം ബിഫോർ കൊറോണ ആണ്. 1 ഇയർ ഓടിയിട്ടില്ല, ഏകദേശം 80 ലക്ഷം രൂപ ബും, ഒരു കൊല്ലം കൊണ്ട് ബും. കുറച്ചാളുകൾ, നമ്മളൊരു 6-7 പേര്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് സക്സസും ഉണ്ട്, ഫെയിലും ഉണ്ട്. അപ്പൊ നമ്മുടെ യുക്തി, അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, താൻ പാതി ദൈവം പാതി. അതാണ് നമ്മൾ ഏത് നെറ്റ്വർക്ക് ആവട്ടെ, ട്രഡീഷണൽ ആവട്ടെ, സക്സസ് ഉണ്ട്, ഫെയിൽ ഉണ്ട്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ച് ആ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും സക്സസ് ആവണില്ല. ആ ബിസിനസ്സിലേക്ക് നമ്മളെ എഫേർട്ട് കൊടുക്കണം. നമ്മൾ എഫേർട്ട് കൊടുക്കണം. നിങ്ങളൊക്കെ ഓരോന്നും, കാരണം ഇപ്പം വിജയിച്ചിരിക്കുന്ന ഏതൊരു മാർക്കറ്റിലുള്ള ആളുകളാവട്ടെ, അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഈ ലെവലിലേക്ക് എത്തിയത്. ഇപ്പോ നാളെ ഞാൻ ഒരു ഇതിലേക്ക് ഒരു കഠിനാധ്വാനം, ഞാൻ മാഷൊക്കെ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സ് എത്താൻ, നിങ്ങളുടെ പിറകിൽ ഒരു കഠിനാധ്വാനം ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ ഇതിൽ എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് കയ്യിലുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിലേക്ക് നിങ്ങളുടെ എഫേർട്ടും കൂടെ കൊടുക്കുമ്പോഴാണ് ആ പ്രൊജക്റ്റ് സക്സസ് ആയി മാറുക. അല്ലാതെ നമ്മളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിക്കണേ, ഞാൻ 4 ആൾ ചെയ്ത് 4 ആൾ പണിയെടുത്തോളൂ എന്ന് വിചാരിച്ചു കണ്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നാലൊന്നും നടക്കൂല. കാശ് 4 ആൾ പണിയെടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും അത് നടക്കൂല. നമ്മൾ തന്നെ പണിയെടുക്കണം. പണിയെടുത്തിട്ട് വേണം നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്താൻ. അപ്പോഴാണ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എന്താ പറയാ, ടൈം ഫ്രീഡത്തിലേക്ക് എത്തുക. നെറ്റ്വർക്ക് പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ടൈം ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. കോപ്പി അടിച്ചേ പറ്റൂ. സ്കൂളിൽ നിങ്ങൾ പറയുന്നു കോപ്പി അടിക്കും, മാഷൊക്കെ പറയുമ്പോൾ കോപ്പി അടിക്കാൻ അടിയായിരിക്കും അല്ലേ മാഷെ? കോപ്പി അടിക്കാൻ പാടില്ല. ഇവിടെ കോപ്പി അടിച്ചേ പറ്റൂ. മാഷ് എന്താണോ ചെയ്യണം അത് ഞാൻ കോപ്പി അടിക്കണം. എൻ്റെ ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് ഞാൻ കോപ്പി അടിക്കണം. ഞാൻ എല്ലാ ലീഡേഴ്സിനോടും പറയുന്നത്, നിങ്ങൾ എന്നും കാലം ഇപ്പൊ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എന്നും കാലം പ്ലാൻ പറയാ, പിന്നെ ഐഡിയ അടിക്കുക, ആക്ടിവേഷൻ ചെയ്യുക. ഈ സിസ്റ്റം അല്ല വേണ്ടത്. നിങ്ങളുടെ ലീഡേഴ്സിലേക്ക് നോളേജ് കൊടുത്ത് അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിങ്ങൾ പൊസിഷനിലാണോ നിൽക്കുന്നത് ആ പൊസിഷനിലേക്ക് അവരെ ഉയർത്തണം. കറക്റ്റ് അല്ലേ മാഷെ? കറക്റ്റ് അല്ലേ? അത് ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാ, മുകളിലേക്ക് കയറി പോവാ. അല്ലാതെ നമ്മൾ എന്നും ഞാൻ ഭരിക്കും, എൻ്റെ ലീഡറാണ്, എൻ്റെ ഡൗൺലൈനാണ്, ആളെന്നാ മതി, എന്താ ചെയ്യണ്ടേ ഞാൻ ചെയ്തോളാം, ആ കൺട്രോളിലല്ല വരേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണോ പഠിച്ചത്, നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് നമ്മളെ ലീഡേഴ്സിൽ എത്തിക്കുക. അപ്പോഴാണ് അവിടെ ലീഡേഴ്സ് വളരും, അവരുടെ ടീം വളരും.
ആ ലീഡേഴ്സ് എന്താണ് ചെയ്തത്? അവരുടെ ഡൗൺലൈനിലേക്ക് അവർ ഡ്യൂപ്ലിക്കേറ്റ് മുകളിൽ അപ്ലൈൻ എന്ത് ചെയ്യുന്നല്ല, അപ്ലൈൻ സപ്പോർട്ട് മാത്രം കൊടുക്കുക. നമ്മൾ ബിസിനസ് നെറ്റ്വർക്കിൽ അപ്ലൈൻ സപ്പോർട്ട് കൊടുക്കുക. നമ്മളൊരു ലീഡറായി മാറുക എന്നുള്ളതാണ്. നമ്മളൊരു ആൽമരമായി വളരണം. അതേപോലെ നമ്മുടെ താഴെയുള്ളവർ ആൽമരമായി വളരണം. അപ്പോഴാണ് നമ്മൾ അതിന് മുകളിൽ ബെനിഫിറ്റ് നേടുക. നെറ്റ്വർക്ക് ബിസിനസ്സിൽ അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങൾ എടുക്കണം. എടുത്താലേ നമുക്ക് സക്സസ് എന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. കറക്റ്റ് ആണ് മാഷെ, കറക്റ്റ് അല്ലേ? നമ്മൾ എന്നും ആക്ടിവേഷൻ ചെയ്ത് എന്നും ഐഡിയ അടിച്ച് എന്നും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, നമ്മൾ ആ രീതിയിൽ തന്നെ പോകും. നമ്മൾ തന്നെ പോകും. നമ്മുടെ കൂടെ വന്നവരെ അസോസിയേറ്റ് ചെയ്തവരെ പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ ഈ പ്ലാൻ ഇവിടെ അവതരിപ്പിച്ചു. ഇനി നമുക്ക് നോക്കാം നമ്മളൊരു പ്രൊമോട്ടർ എങ്ങനെ ആകാം. ഇതിൽ ഏറ്റവും വലിയ ഹാസ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ചിന്തിപ്പിക്കുന്ന ഒന്നുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടർ എന്നുള്ള സിസ്റ്റം ഉണ്ട്. ആർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടർ ആവും. ഒരിക്കല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്ത് ഇതിലുണ്ട്, ഏതായാലും നമ്മൾ വേറൊരു ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. അതേപോലെ മിജാഫ്ക, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു ഫണ്ട് ഞാൻ ഒപ്പിച്ചിടാം, ആളെ കൂട്ടാനൊന്നും ഞാനില്ല. ഇത്ര പറഞ്ഞിട്ടോ, ആളെ കൂട്ടാനൊന്നും ഞാനില്ല, എനിക്ക് ഇനിയിപ്പോൾ ആൾക്കാരോട് പറയാനൊന്നുമില്ല, ഇതിപ്പോൾ പറയാനും കഴിയില്ല, ഇതിനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഏതായാലും നിങ്ങൾ ഐഡിയ അടിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക തീരുമാനിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്ത് ചെറിയൊരു എമൗണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊമോട്ടർ ആകുന്ന ഒരു സിസ്റ്റം ആട്ടോ ഞാൻ പറയുന്നത്. ചെറിയൊരു എമൗണ്ട് ഇട്ടപ്പോൾ അങ്ങേർക്ക് ROI കറക്റ്റ് വരുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ജാഫ്ക ഞാൻ കുറച്ചും കൂടെ ഇട്ടാലോ? ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഇട്ടോ. അപ്പോൾ ഞാൻ ഒരു സിസ്റ്റം പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ ഒരു ഐ ഡി തന്നെ ഇടണ്ട, നിങ്ങൾ കുറച്ച് ഒരു ഡൗൺ എടുത്തിട്ട് ഒരു സെക്കൻഡ് ഐ ഡിയിൽ പ്രോസസ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഒരു റഫറൽ കിട്ടും, ഒരു ബൈനറി കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ. അപ്പോൾ അതിലായി. സ്വാഭാവികമായിട്ട് കറക്റ്റ് വരുമാനം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം ആളറിയാതെ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു. അയാൾ അറിയുന്നില്ല, അയാളൊരു പ്രൊമോട്ടർ ആകുന്നത് അയാൾ അറിയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ പ്രൊമോട്ട് അയാൾ അറിയാതെ അയാൾ പറഞ്ഞു, എനിക്കൊരിങ്ങനെ ബിസിനസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു ബിസിനസ്സാണ്, ഇങ്ങനെ അവസരം ഉണ്ടെന്ന് സുഹൃത്തിനോട് പറഞ്ഞപ്പം സുഹൃത്ത് ഒന്ന് ആലോചിച്ചിട്ട്, സുഹൃത്ത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടണം, ഓക്കെ. അപ്പം സുഹൃത്ത് ചെയ്തു. അപ്പോൾ സുഹൃത്ത് ചെയ്തപ്പോൾ ഇയാൾക്ക് റഫറൽ വന്ന് ബൈനറി ഒക്കെ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇയാൾ അടുത്ത ആളോട് പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞ വാക്കെന്താ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെയും കൊണ്ടുവരാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് കറക്റ്റ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും വന്നപ്പം അയാൾ അറിയാതെ അയാൾ പ്രൊമോട്ടറായി മാറുകയാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഈ സിസ്റ്റത്തില് അറിയാതെ പ്രൊമോട്ടറായി മാറും. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് മാഷ വാക്കിലെടുത്ത കുഞ്ഞിരായൻ ജോർജുട്ടി നമ്മളെ പോക്കറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയാതെ വാലറ്റ്. ഇപ്പൊ അങ്ങാടി പോകുമ്പോൾ ജോർജുട്ടി വേണം. നമുക്ക് ഗൂഗിൾ പേയിൽ ഉണ്ടായി മതി. ഇപ്പൊ ഗൂഗിൾ പേ ആണ്. ആദ്യം നമ്മുടെ പോക്കറ്റിലൊക്കെ നമ്മൾ ആദ്യം ഗൾഫിൽ നിന്ന് വരുമ്പോൾ പോക്കറ്റിലൂടെ ഒരു 500 നോട്ടോടെ പോക്കറ്റിൽ അല്ലെങ്കിൽ 2000 നോട്ട് ഇങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ മടിയാ, പുറത്ത് ചടഞ്ഞു കൊടുക്കും. ഇപ്പോ ജിപേയിൽ ഇവിടെ ഉണ്ട്, സാധനം ഇവിടെ ജിപേയിലുണ്ട്. കാരണം ഇവിടെ അപ്പക്സ് വാലറ്റ് കൊടുത്ത ജിപേയിൽ എടുത്തി ഇപ്പൊ അവിടെ സ്കാൻ ചെയ്ത് ഇങ്ങനെ വിടല്ലേ, എത്ര ആണെന്ന് തോന്നില്ല, അക്കൗണ്ടിൽ എത്തുന്നില്ല. കാരണം എന്താ? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ വാലറ്റിലേക്കോ നമ്മുടെ അക്കൗണ്ടിലേക്കോ ഫണ്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പം അതിന് നമ്മൾ എഫേർട്ട് വേണം, നിർബന്ധമാണ്. അപ്പം ഞാൻ അറിയുന്നത് ഇതിൽ നമ്മൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഒരാളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു സുഹൃത്തിനോട് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എത്ര ആളോട് വേണമെങ്കിലും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം. 100 ആളോട് പ്രൊമോട്ട് ചെയ്താൽ ചിലപ്പോൾ 10 ആളായിരിക്കും ബിസിനസ് ഏറ്റെടുക്കുക. അതാണ് ഈ നെറ്റ്വർക്കിന്റെ തിയറി എന്ന് മനസ്സിലാകേണ്ടത്. ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങളെ റിജക്ട് ചെയ്യും, നെഗറ്റീവ് പറയും, ഒക്കെ പറയും. പക്ഷേ ഈ ആളുകൾ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 1.5, 2 ലക്ഷം, 3 ലക്ഷം വരുമാനം വരുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീമുകൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പറന്നു കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റിജക്ട് ചെയ്ത ആളുകൾ അന്ന് എന്നോട് ഓൻ പറഞ്ഞിരുന്നു ഞാൻ ഒഴിവാക്കിയാന്ന്, പക്ഷെ എന്ത് ചെയ്യാനാണ്, പക്ഷെ ഓനക്ക് കഴിയും, നമുക്ക് കഴിയൂലെന്ന് അങ്ങനെ പറയും. പിന്നോട് പറഞ്ഞേ എനിക്ക് കഴിയൂടാ, അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ആളാന്നല്ല, എല്ലാവർക്കും കഴിയും. എനിക്ക് തന്ന മൈൻഡും എനിക്ക് തന്ന ബുദ്ധിയും എല്ലാം അള്ള തന്നത്, പടച്ചോൻ തന്നത് ഒരേ ഇതാണ്. വർക്ക് ചെയ്യണം,
വർക്ക് ചെയ്യണം ഏതിലാണ് എന്താണെന്നുള്ളത്. നമുക്കൊരു പ്രൊജക്റ്റ് കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് നല്ലതാണെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. അതിനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കണം, അത് നേരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഓക്കെ ആവും. പക്ഷെ അതിനെന്ത് ചെയ്യരുത്, നമ്മൾ റിജക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ചിലപ്പോൾ റിജക്ട് ചെയ്ത ആൾക്കാരെല്ലാവരും നാളെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ വിജയം കാണുമ്പോൾ നിങ്ങളിലേക്ക് അടുത്തു വരും എന്നുള്ളത് തീർച്ചയാണ്. എഴുതി വെച്ചോളൂ, 100% ഉറപ്പാണ്. നിങ്ങൾ എങ്ങനെ വിജയത്തിലേക്കെന്നോ നമ്മൾ പറയാ, ഞാൻ പറയുന്ന ആണയിട്ട് പറയുന്നതാണ്, നമ്മൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്, മണി ഈസ് ദ അൾട്ടിമേറ്റ് പവർ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണം ഉണ്ടെങ്കിൽ മാത്രമാണ് കുടുംബത്തിലാവട്ടെ, സൊസൈറ്റിയിലാവട്ടെ, എവിടെയും സ്ഥാനം, എവിടെയും. പണമില്ലാത്തവൻ പിണം എന്ന് പണ്ടത്തുള്ളവർ പറഞ്ഞ പോലെ, പണം ഇല്ലാത്തവൻ ഒന്നിനും പറ്റൂലേ, ആർക്കും വേണ്ട. ഏത് കുടുംബത്തിനായാലും വൈഫിനായാലും കുട്ടികൾക്കായാലും എല്ലാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, നമ്മൾ എടുത്തെടുത്ത് ചെലവാക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ, അത് മാഷ് പറഞ്ഞ പോലെ പ്രൈസ് നോക്കാതെ എല്ലാം നോക്കാതെ എന്ത് വേണോ അത് ഓക്കെ, അതിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവനാണ്. നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ അമ്പല കമ്മിറ്റിയിൽ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ മദ്രസ കമ്മിറ്റിയിൽ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ സ്കൂൾ കമ്മിറ്റിയിൽ പ്രിയപ്പെട്ടവനാണ്. എവിടെ പോയിരുന്നാലും മുന്നിൽ സ്ഥാനം കിട്ടണമെങ്കിൽ കുഞ്ഞിരായനെ ജോർജ് കുട്ടി വേണോ, ഉണ്ടാക്കണം, ഉണ്ടാക്കിയേ പറ്റൂ. വെറുതെ ചടഞ്ഞിരുന്നാലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലേ. ഉണ്ടാക്കണമെങ്കിൽ കടഞ്ഞിറങ്ങണം, ഇറങ്ങണേ പറ്റൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയും. പ്രൊജക്റ്റുകൾ നല്ലത് കിട്ടണം, ആ പ്രൊജക്റ്റിനെ പഠിക്കണം. നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പറയും നല്ല അധ്വാനിച്ചൂടെ എന്ന് ചോദിക്കും. ഫിസിക്കലായിട്ട് അധ്വാനിച്ചാലൊന്നും ഈ കാലത്ത് പണം ഉണ്ടാക്കാനില്ലേ. ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പ്രവാസികളൊക്കെ ഫിസിക്കലായിട്ട് അത്യാവശ്യം നല്ല അധ്വാനിക്കുന്നുണ്ട്, ഞാനൊക്കെ. പക്ഷെ സ്മാർട്ട് വർക്ക് ഇവിടെ ചെയ്യണം, ശരീരം കൊണ്ടല്ല. ഇവിടെ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഇവിടെ ചെയ്ത് കഴിഞ്ഞാലേ സക്സസ് ആവുള്ളൂ. അതാരോടും, ഞാനായാലും നിങ്ങളായാലും ആരായാലും. അല്ലാതെ നമ്മൾ സ്മാർട്ട് വർക്ക് ഒന്നുമില്ല, നമ്മൾ നിരന്തരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കൂലിത്തൊഴിലാളി എടുക്കുന്നില്ലേ, നമ്മുടെ ഇൻകം കിട്ടുന്നുണ്ടോ, നമ്മുടെ വരുമാനം കിട്ടുന്നുണ്ടോ? കിട്ടൂല. നെറ്റ്വർക്ക് ചെയ്യുന്നതിന്റെ തിയറിയിൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഇപ്പൊ ഏകദേശം എത്ര കൂലി എടുത്താലും രാവിലെ മുതൽ അവന് കട്ടഞ്ഞ പണി ചെയ്താലും ഇപ്പം എൻ്റെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു എൻ്റെ വീടിന്റെ ഫ്ലോറിങ്ങിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു മാർബിൾ പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ കൂലി എത്ര ആയിരിക്കും? 1000 2000 ആയിരിക്കും. അതൊരു മാക്സിമം ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ കൂടുതൽ ഹ്യൂജ് ആക്കുന്നില്ല. ഈ 18 വയസ്സായ നമ്മൾ റഷീദ് അലി മാഷ് ഈ മാസം വാങ്ങിയത് 18 വയസ്സല്ലേ മാഷേ? 19 ആകുന്നു. ഈ 18 വയസ്സ് കടന്ന ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഇങ്ങോട്ട് കടത്തു വെച്ചിട്ടുള്ളൂ, +2 കഴിഞ്ഞ വ്യക്തിയാണ്. അങ്ങേര് വാങ്ങുന്നുണ്ട് 2 ലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കി 2 ലക്ഷം. അപ്പൊ ദിവസം എത്ര മാഷേ? 2 ലക്ഷം വാങ്ങണമെങ്കിൽ ദിവസം എത്ര വരുമാനമായി? അതാണ് ഈ അപ്പക്സിന്റെ അവസരം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി അതിനേക്ക് ഇപ്പൊ മാഷെ സംബന്ധിച്ച് മാഷ് ഗ്രൗണ്ട് കിട്ടിയാൽ മതി. കളി അറിയുന്ന വ്യക്തിയാണ്, എങ്ങനെ കളിക്കണം എന്നുള്ള വളരെ ബുദ്ധിപൂർവമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്. അങ്ങേക്ക് ഗ്രൗണ്ട് കിട്ടിയ ഗ്രൗണ്ട് സെറ്റാക്കി ആള് സ്റ്റാർട്ട് ചെയ്തപ്പം എവിടെ ചെന്നാലും ഗോൾ കിട്ടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾ കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ് മൂപ്പരെ കളി. അതുകൊണ്ട് എന്തായി, വിത്തിൻ 1 മന്തിൽ തന്നെ ആള് 1.5 അടിച്ചു. സെക്കൻഡ് മന്തിൽ ആള് 2 കടന്നു. നെക്സ്റ്റ് മന്ത് 3 ആണെന്നാണ് ആളുടെ ടാർജറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത്തരം നല്ല പ്രോജക്റ്റുകളാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ആൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാം. അതിന്റെ എല്ലാ റെഫറൽ ഇൻകവും നമുക്ക് കിട്ടും. കാരണം എന്താ താങ്ക് യു. കാരണം എന്താ, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും കമ്മീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് ഇല്ല ദുനിയാവില്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ, കമ്മീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ്സും ദുനിയാവിൽ ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഏതൊരു കസ്റ്റമറിനോ, ഏതൊരു കടയിലേക്കോ, ഏതൊരു ഷോപ്പിലേക്കോ, ഒരു കമ്പനിയിലേക്കോ നിങ്ങൾ അവരെ കൊണ്ടുകൊടുത്താൽ ഏതൊരു കസ്റ്റമറാണോ. ഇപ്പൊ എൻ്റെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ ഞാനൊരു കടയിലേക്ക് പോകുമ്പോൾ എന്നോട് പണിക്കാരൻ പറയും, ജോലിക്കാൻ മറ്റേ മാർബിളിൻ്റെ ആളോ അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുക, അവിടെ നല്ല വിലക്കുറവുണ്ടായിരിക്കും, അവിടെ നല്ല സാധനം ഡിസൈനിങ് കിട്ടും എന്ന് പറയും. അതെന്തുകൊണ്ടാ? അവനക്ക് അവിടുത്തെ കമ്മീഷൻ ഉണ്ടോ പോക്കറ്റിലേക്ക്? അവനവിടെ പോയിക്കോന്ന് പറയും. സംഭവം നമ്മൾ വിചാരിക്കാം നമ്മുടെ സ്നേഹം കൊണ്ടാണ്, നല്ല സാധനം കിട്ടും എന്നൊക്കെ വിചാരിക്കും. നമ്മൾ തിരയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അവനെ ഒരു ഇതുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അവനോടൊരു എന്തെങ്കിലും ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നമ്മൾ വാങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങുന്നതിന്റെ ഇത്ര പെർസെൻറ്റേജ് അവന്റെ പോക്കറ്റിലേക്ക് കൊടുക്കും. ഇത് എല്ലാ നാട്ടിലും നടക്കുന്ന സിസ്റ്റമാണ്. ഏതൊരു ബിസിനസ് ചെയ്തോട്ടെ, ഏതൊരാൾ നിങ്ങളുടെ പ്രൊജക്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ അദ്ദേഹത്തിന് ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കും, തീർച്ചയാണ്. അത് ട്രഡീഷണൽ ആയാലും നെറ്റ്വർക്ക് ആയാലും ഏത് തിയറിയിൽ എടുത്താലും ഉണ്ടായിരിക്കും. കറക്റ്റാണ്. ഈ തിയറിയിലൂടെയാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ ബിസിനസ് അവസരം നിങ്ങൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും
ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കണക്കാൻ ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ആയിക്കോട്ടെ സാറേ, ഓക്കെ, നമുക്ക് സംസാരിക്കാം. അപ്പൊ ഏതൊരു ബിസിനസ്, സോറി, മെസ്സേജ് മൈൻഡ് ചെയ്യണം, സംസാരിച്ചോ. ഓക്കെ. അപ്പോ നമുക്ക് ഏതൊരാൾക്കും ഈ ബിസിനസ് കൊടുത്താലും അതിൽ റഫറൽ ഇൻകം നമുക്ക് കിട്ടും. ആ റഫറലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അത് റഫറൽ ഇൻകം എന്ന് പറയുന്നത് 10% കമ്മീഷനാണ്. ഞാൻ മാഷ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാഷ് $100 ഇട്ടിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്, എനിക്കൊരു $10 കമ്പനി തരും. ഇനി മാഷ് 1000-ലാണ് വരുന്നുണ്ടെങ്കിൽ ആ $1000 10% എനിക്ക് തരും, $100. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ 10%, $100 10% മാത്രം വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക. ബാക്കി 1000-ന്റെ 10% മാഷിക്ക് തന്നെ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേഷന് നിങ്ങൾ ഏത് ലീഡറാണോ അവിടെ കൊണ്ടുവന്നിട്ടുള്ള അവരോട് ചോദിക്കുക, എന്നോടും ചോദിക്കുക, മാഷോടും ചോദിക്കുക. അത് ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം ട്രീ സെറ്റ് ചെയ്യുന്നതാണ് ബൈനറിയിലൂടെ. ഓക്കെ, ഇവിടെ എത്രയാളെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇനി രണ്ടാമതൊരു വ്യക്തി വരികയാണ്. ഇവിടെ ഒരു മാഡം ഉണ്ട്, ബീന TR. ഈ മാഡം, ഞാൻ ഈ പ്ലാൻ പറഞ്ഞപ്പോൾ മാഡം അസോസിയേറ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ മാഡത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന എത്ര, എനിക്ക് $10 കിട്ടും. മാഡം ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10% റഫറൽ ഇൻകം കിട്ടി. അത് ഇവിടെ ബൈനറി സിസ്റ്റത്തിലാണ്, അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ബൈനറി, ഏതൊരു നെറ്റ്വർക്ക് ബിസിനസ്സിലും ഓരോ പ്ലാനുകൾ ഉണ്ടായിരിക്കും, ലെവൽ ഉണ്ടായിരിക്കും, സൺഫ്ലവർ ഉണ്ടായിരിക്കും, ബൈനറി ഉണ്ടായിരിക്കാം. ഇവിടെ നമ്മുടെ കമ്പനി ഈ നെറ്റ്വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബൈനറി സിസ്റ്റത്തിലാണ്. അപ്പൊ ബൈനറി, അമേരിക്കൻ ബൈനറി 1-ൽ നിന്ന് 2 ആകുന്നു, 2-ൽ നിന്ന് 4 ആകുന്നു, 4-ൽ നിന്ന് 8 ആകുന്നു, 8-ൽ നിന്ന് 16, 16 36, ഇങ്ങനെ പോകും. ഇതൊരു ബ്ലാസ്റ്റിംഗ് സിസ്റ്റം ആണ്, ഒരു ആറ്റം ബോംബ് സിസ്റ്റം ആണ് ബൈനറി, അമേരിക്കൻ ബൈനറി എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച സിസ്റ്റമാണ്. അത് നമ്മൾ തെറ്റായി ധരിക്കപ്പെടുന്ന നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആഴ്ന്ന് പഠിക്കുമ്പോഴാണ് ഇതിൽ ഒരുപാട് കോടീശ്വരം സൃഷ്ടിച്ച പ്ലാനാണ്. അപ്പൊ ഈ അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലാണ് ഇവിടെ ഈ ബിസിനസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു, ഞാൻ പറഞ്ഞു, ഒരു ആറ്റം ബോംബ് സിസ്റ്റം പോലെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ. കാരണം 2 പേരെ ഞാൻ അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇവരെന്നെ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് ഇടുമ്പം അതൊരു ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. അതിലെല്ലാവർക്കും എന്ത് ചെയ്യും, വരുമാനം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ മാഡം ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10% കിട്ടി. മാഡത്തെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതോ നമ്മുടെ മാഷ നേരെ ഓപ്പോസിറ്റിലാണെന്ന് വിചാരിക്കും. മാഷ ഞാൻ ലെഫ്റ്റിൽ പോസ്റ്റ് ചെയ്തു, മാഡത്തെ ഞാൻ റൈറ്റിൽ പോസ്റ്റ് ചെയ്തു. ഇവ 2 പേരും മാച്ച് ആകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, 1:1. എല്ലാ അധിക നെറ്റ്വർക്കിലും 1:2 എന്നുള്ള രീതിയിലാണ് കൂടുതലും നമ്മൾ കേട്ടിട്ടുകൊണ്ടിരുന്നത്. ഇവിടെ 1:1 ആണ്. അതായത് മാഡവും മാഷും ഇവിടെ മാച്ച് ആകുമ്പോൾ ആ മാച്ചിങ്ങിൽ എനിക്ക് ഒരു $10 കിട്ടുന്നതാണ്. ഒരു 10%, $100 മാച്ചായി, $100 മാച്ചായി. അപ്പോൾ 10% നമുക്ക് എന്തായി, ബൈനറി ഇൻകം കിട്ടി. ഇനി ഞാൻ മൂന്നാമതൊരാളെ പോസ്റ്റ് ചെയ്തു. ഇവിടെ ക്യാമറയിൽ വന്നിട്ടുള്ള നമ്മുടെ മുഹമ്മദ് സാറിനെ ഞാൻ റഷീദ് അലി മാഷ് താഴെയാണ് ഇവിടെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് സ്പേസ് ഇല്ല, എനിക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ 2 ആൾ വരെ ഇടത് ഞാൻ വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാഷ ലെഫ്റ്റിലായിരിക്കാം. എനിക്ക് മാഷിന്റെ ലെഫ്റ്റിലാണെങ്കിൽ ഞാൻ ലെഫ്റ്റിൽ വേറൊരാളെ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരാളെ എനിക്ക് കിട്ടി. ഞാൻ അയാളോട് ബിസിനസ് പറഞ്ഞപ്പോൾ അയാൾ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അയാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അയാളെ ഞാൻ മാഡത്തിന്റെ ഓപ്പോസിറ്റ് താഴെയാണ് പോസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഇവിടെ ഇവരും മാച്ച് ആവുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇത്ര ഉണ്ട്, $10 കിട്ടും. അതാണ് ഇതിന്റെ റഫറലും കിട്ടും, $10 ബൈനറിയും കിട്ടും. ഇവിടെ ഞാൻ എന്ന വ്യക്തി മാഷയും ബീന മാഡത്തെയും സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ നെറ്റ്വർക്കറാണ്, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ബിസിനസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത്രയും പ്രൊമോട്ട് വരുമ്പം ഞാൻ അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ താഴെയാണ് എനിക്ക് കിട്ടുന്ന ആളുകളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു വൺ സൈഡിൽ ഒരു ബിസിനസിന്റെ പവർ അല്ലെങ്കിൽ ഒരു BV അസോസിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താകും, ഞാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്, അതൊരു പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ടായി മാറും. ഓക്കെ, ഇവിടെ ഞാൻ എന്ന വ്യക്തി സ്വാഭാവികമായിട്ട് പെട്ടെന്ന് സ്ലോ ആയി എന്ന് വിചാരിക്കാം. ഇനിയാണ് നെറ്റ്വർക്കിന്റെ തിയറി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഞാൻ എന്ന വ്യക്തി എനിക്ക് ബിസിനസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ കൊണ്ടുവന്ന പുലിക്കുട്ടിയായിട്ടുള്ള റഷീദ് അലി മാഷും പുലിക്കുട്ടിയായിട്ടുള്ള നമ്മുടെ ബീന മേഡവും ഇവര് ബിസിനസ്സിനെ പഠിച്ച് അങ്ങോട്ട് വളർത്തിയെടുത്ത്. സത്യം പറഞ്ഞാൽ ഞാനിതിൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഡൗൺ ആയി, വേറെ എന്തോ കാര്യത്തിന് വേണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. പക്ഷേ ഇവര് ബിസിനസ് പഠിച്ച് മുഹമ്മദ് സാറ് അങ്ങനെ മറ്റുള്ളവരൊക്കെ എൻ്റെ ടീമിൽ വന്നവരൊക്കെ
ബിസിനസ് അങ്ങോട്ട് പഠിച്ചെടുത്ത് ഇവർ കൊണ്ടുപോയി ബിസിനസിന്റെ ടീം ലെവലിലേക്ക് കൊണ്ട് പോയി. പക്ഷേ ഞാൻ ഒന്നിലും ഇൻവോൾവ് അല്ല എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് എനിക്കെന്താവും, ഞാൻ പോലും നെട്ടുന്ന രീതിയിൽ എൻ്റെ വാലറ്റിൽ ഇൻകം വന്ന് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ ടീമിൽ നമ്മൾ എവിടെയാണോ ബിസിനസ് നടക്കുന്നത് അതിന്റെ മാച്ചിങ് ഇൻകം വരുമ്പോൾ നമ്മൾ പോലും നെട്ടിപ്പോകുന്ന രീതിയിലാണ് നെറ്റ്വർക്ക് തിയറി വരിക. കാരണം പക്ഷെ അങ്ങനെ ഞാൻ ഡൗൺ ആയി എന്നല്ല പറയുന്നത്, ഇതൊരു ഊഹം പറയാണ്. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, നമ്മളെപ്പോഴും നമ്മളെ ടീമിന്റെ കൂടെ ഇരിക്കണം, നമ്മളെപ്പോഴും ടീമിനെ എപ്പോഴും ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ടീമിനെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ടീമും നമ്മുടെ കൂടെ ഉണ്ടാവും, ബിസിനസ്സും ഡെവലപ്പ് ആയി. അതാണ് ഇതിന്റെ തിയറി. അപ്പോൾ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ആണെന്ന് പറയുമ്പോൾ ചിലർ ബൈനറി അല്ലേ, ആ ലെഫ്റ്റിലും റൈറ്റിലും ചേർക്കണത് പറഞ്ഞുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെ പറയും, കുറെ റിയാക്ഷൻ ഉണ്ടായിരിക്കും എനിക്ക് മാർക്കറ്റിൽ. പക്ഷേ ഇതിന്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതാണ് ഇവിടെ കമ്പനിയുടെ പ്രൊമോഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യാം, ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവരെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻകം ജനറേറ്റ് ചെയ്ത് വരും. നമ്മൾ പോലും അറിയാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ. നമ്മുടെ ടീം വലുതായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എവിടെ നിന്നാണ് എനിക്ക് ബിസിനസ് മാച്ച് ആവുന്നത്, ഇവിടെ നിന്നാണോ അവിടെ നിന്നാണോ എവിടെ നിന്നാണോ, കഴിയില്ല എത്താൻ, ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ ടീം ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുമാനം വരുന്നത് കണ്ടെത്താൻ കഴിയില്ല, നെറ്റ്വർക്ക് തിയറിയിൽ കണ്ടെത്താൻ കഴിയില്ല. അതാണ് പവർ. അവിടെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത് എന്താ, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് ബിസിനസ് വന്നുകൊണ്ടിരിക്കും, ക്യാഷ് കുഞ്ഞിരായൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങുകയാണ്. എനിക്ക് UK ടീം, അവരവിടെ വർക്ക് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇവിടെ ഏതൊരു മേഖലയിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഏറ്റവും ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ടീം വർക്ക് ഉണ്ടായിരിക്കും, ടീം വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ലുലുവിലെ നമ്മുടെ യൂസഫ് അലി സാറിന് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പാറിപ്പറന്ന് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, ഒരു മാനേജ്മെന്റ് ടീമുണ്ട്. അദ്ദേഹം എവിടെയും ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഫണ്ട് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ട്രഡീഷണൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. നമ്മളെ വിലപ്പെട്ട സാധനമാണ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട സാധനം ടൈമാണ്. ഇന്നത്തെ ടൈം കഴിഞ്ഞാൽ നാളെ അത് തിരിച്ചു കിട്ടില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സമയം വരാനുണ്ട് എന്ന് ആഗ്രഹിക്കാതെ കിട്ടിയ സമയം നല്ലതാണെന്ന് മനസ്സിലാക്കി പ്രോജക്റ്റിനെ ഏറ്റെടുക്കാം. നല്ല പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക, നല്ല പ്രോജക്റ്റിലൂടെ ഏറ്റെടുത്തിട്ട് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ എത്രത്തോളം അച്ചീവ്മെന്റ്സ് നേടാൻ പറ്റും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഇന്ന് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞെന്താ അറിയോ, സാറേ ഞാൻ എന്തൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മതിയോ വെച്ച്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗോൾ നിങ്ങളല്ലേ പറയേണ്ടത് വെച്ച്. ഗോൾ സെറ്റ് ചെയ്ത് സാറേ ഈ ഡിസംബർ 31, ജനുവരിയാണിത്, ഈ ഡിസംബർ 31 ആകുമ്പോഴേക്ക് മിനിമം 50 ലക്ഷം രൂപ ഞാൻ അപ്പക്സിലൂടെ സമ്പാദിക്കുന്നു. ഞാൻ കൈയൊടിച്ചു പോയി. കാരണം അങ്ങേര് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ, ടീമിനെ ഡെവലപ്പ് ആവണുള്ളൂ. അപ്പൊ അങ്ങേര് പറയാം മിനിമം 50 ലക്ഷം രൂപ, മിനിമം, മാക്സിമം അല്ല മിനിമം, അതിന്റെ മുകളിലേക്ക് പോകും. അപ്പൊ ഈ 2025 അവസാനിക്കുമ്പോഴേക്ക് അങ്ങേര് 50 ലക്ഷം ഇതിന്ന് പ്രോജക്ട് ഈ ബിസിനസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പം അതൊരു പ്രതിജ്ഞയാണ്. അതിലും അങ്ങോട്ട് ഫോക്കസ് ആയിരിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നല്ലൊരു പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക, തീരുമാനത്തിലെത്തുക. പിന്നെ അതിനെ നമുക്ക് നല്ല അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ ദൈവം തുണക്കട്ടെ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ചെറിയൊരു സൈറ്റ് പ്രോബ്ലം വന്നിരുന്നു, സൈറ്റിന്റെ അപ്ഡേഷൻ ആണ്. പക്ഷെ എപ്പോഴും സജ്ജമായിട്ട് നമ്മുടെ അഡ്മിൻസ് ഉണ്ട്, എന്തിനും പരിഹാരത്തിനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അറിയിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ നല്ലൊരു പ്രൊജക്റ്റിനെ ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ഉള്ളവന് എല്ലാ പ്ലാന് എനിക്ക് തന്ന ഉദ്യമം നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ അവതരിപ്പിച്ചു എന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ സ്പീച്ചിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്ക് യു സോ മച്ച് ലീഡേഴ്സ്. വെൽക്കം. താങ്ക് യു സാർ. സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ.
നന്നായിട്ടുണ്ട് കേട്ടോ. സാറ് സൂപ്പർ. ഏതായാലും നമ്മുടെ പ്രോഗ്രാം നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ചോദ്യാവലിക്ക് അവസരമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിന് കൊടുക്കാം. ഇന്ന് നമുക്കൊരു തിരക്കുണ്ട്. അപ്പൊ തിരക്കുള്ളത് കൊണ്ട് നമ്മളിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, എന്നും ഈ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ലിങ്ക് തന്നെയാണ് എന്നും നിങ്ങൾ കയറേണ്ടത്. നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, 7:30 മണിയാകുമ്പോൾ ഈ ലിങ്ക് ഇതിലൂടെ നിങ്ങൾക്ക് വന്നിട്ട് എത്ര പേരെ വേണമെങ്കിലും മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാം, നിങ്ങളെ വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ കമ്പനിയെ വിശ്വസിക്കുക, ഇതിന്റെ വർക്കുകൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ 2025 അവസാനിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും അപെക്സ് ടോക്ക്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു വഴിത്തിരിവ് ഈ 2025 ഡിസംബർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് നിങ്ങൾ പ്രത്യാശയോടുകൂടി നല്ല വിശ്വസിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. വെറുതെ ഇരുന്ന ഒന്നും ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ അപെക്സ് എന്താണെന്ന് സാർ ഇവിടെ സംസാരിച്ചു. ഇനിയും തുടർന്ന ദിവസങ്ങളിൽ നമ്മളെ പല ലീഡേഴ്സും നമ്മോട് വന്ന് സംസാരിക്കും. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രോഗ്രാമിൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എൻ്റെ നിരവധി അപെക്സിന്റെ വീഡിയോസുകൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി അല്ലെങ്കിൽ മാസ്റ്റർ മഞ്ചേരി എന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ നെഞ്ചോട് അപെക്സിനെ ചേർത്താൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. താങ്ക് യു സാർ. താങ്ക് യു.